ബീഫ് പൊടിച്ചതിൻ്റെ അകത്ത് കിടന്ന് വഴന്ന് വരാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മധുര ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി ഇട്ട് കൊടുക്കാം അങ്ങോട്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പൊത്തി വെക്കണം. കുരുമുളക് പൊടി ഇടണം. നമ്മുടെ ബീഫ് വറുത്തിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മൾ അതിൻ്റെ അകത്ത് ഒട്ടും എണ്ണയില്ല. ഇങ്ങനെ പുഴുങ്ങിയെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കുറേ കൊഴുപ്പെല്ലാം അങ്ങ് പോയിരിട്ടുണ്ടാവും. എന്നിട്ട് ഇനി നമുക്കിതിനെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. എന്നിട്ട് ഈ എണ്ണയില്ലാത്തതിലിട്ടാണ് ഈ സബോള ചെറുതായിട്ടൊന്ന് വഴറ്റണം. പച്ചമുളക് പിന്നെ കുരുമുളകാണ് ഇടുന്നത്. വേറെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. അതിന് ബാക്കി കാണാം. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബീഫ് ഒരു കുഞ്ഞായിട്ട് വറുത്തെടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിന് നമ്മൾ ഒരിക്കലും ഫാറ്റ് അധികം ആകാതെ അതിൻ്റെ ഫാറ്റിൽ തന്നെ കുറച്ച് സ്പൈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈസ്റ്ററിന് നിങ്ങൾക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. സാധാരണ നമ്മൾ വറുത്തെടുക്കുമ്പം അതിന് ഒരുപാട് മസാല ചേർക്കും, എരി ചേർക്കും, ഒരുപാട് എണ്ണയിലാണ് മൂപ്പിച്ചെടുക്കുന്നത്. ഇതൊന്നുമില്ലാതെ കുഞ്ഞൊരു റെസിപ്പിയാണ്. അപ്പം എല്ലാം അതിൻ്റെ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഇതൊരു ഹെൽത്തായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു. ബീഫ് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഭാഗം തിരിച്ചിട്ടേക്കുവാണ്, അപ്പുറത്തെ ഭാഗം. ഇനി ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനെ കോരിയെടുക്കാം. ഒരുപാട് കല്ലിച്ച് പോയാൽ കൊള്ളില്ല. എന്നാൽ ഒരുവിധം ഡ്രൈ ആയി ഇരിക്കണം. ഇനി ബാക്കി സബോള ആ ബീഫ് വറുത്ത് കോരി ചട്ടിയിൽ തന്നെയാണ് ഇട്ടേക്കണമെന്നുണ്ടോ. തീരെ എണ്ണ കുറച്ചിട്ടാണ്. ഇത് ഒരുപാട് വഴന്നൊന്നും വരണ്ട. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ തന്നെ നമുക്ക് ബീഫ് പൊടിച്ചെടുക്കാം. ഇതുണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞാൽ മതി. ഒരുപാട് പൊടിഞ്ഞു പോകണ്ട. നമ്മുടെ ഈ സബോള ഒരു 3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ അതിനൊരു പച്ച ചുവയും കൂടെ കൂടി ഉണ്ടാവും. ആ ഒരു രുചിയും കൂടെ കൂടി വേണം നമ്മുടെ ബീഫ് പൊടിച്ചതിൻ്റെ അകത്ത് കിടന്ന് വഴന്ന് വരാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മധുര ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി ഇട്ട് കൊടുക്കാം അങ്ങോട്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പൊത്തി വെക്കണം. കുരുമുളക് പൊടി ഇടണം. നമുക്കൊരു ഇത്രയും കുരുമുളക് വേണം. കുരുമുളക് എന്തോരം കൂടുതലും ടേസ്റ്റാണ്. വേറെ നമ്മളതിൻ്റെ അകത്ത് പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിന് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുരുമുളക് ഇങ്ങനെ തരിതരിപ്പായിട്ട് പൊടിഞ്ഞാൽ മതി. ഒരുപാട് പൊടിയുണ്ട. ഇട്ട് കൊടുക്കണം. ഇതിങ്ങനെ ചുറ്റി ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നാലാണ് ഒരു ടേസ്റ്റ് സെറ്റാവുള്ളൂ. ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കുരുമുളകിൻ്റെ കൂടെ. ഇനി നമുക്ക് ഓരോ സൈഡിൽ നിന്ന് ഇത് പതുക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇത് കണ്ടോ, തീരെ എണ്ണ ഇതിന് കുറവാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ ഉള്ളിയും മുളകൊക്കെ ഒരു പച്ച തന്നെയാണ് കിടക്കുന്നത്. ഇങ്ങനെ ഇരുന്ന് ചെറു തീയിൽ ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം. വളരെ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു ബീഫ് ഉലർത്താണ്. ഇതിൻ്റെ റെസിപ്പിയാണ്. ഇത് ഏത് ഡിഷിൻ്റെ കൂടെയും യൂസ് ചെയ്യാവുന്നതാണ്. ചപ്പാത്തി, പാലപ്പം, ബ്രെഡ്, എന്തിനു വേണേലും. ഇന്നത്തെ നമ്മുടെ ഡിഷ്, നമ്മുടെ ഇന്നത്തെ ഈ ബീഫ് ഉലർത്തെന്ന് പറയുമ്പോൾ കണ്ടോ, സവോളയും മുളകൊക്കെ പച്ച കളറിലാണ് കിടക്കുന്നത്. കുരുമുളക് പൊടിയാണ്, ചുമന്ന മുളകൊന്നും ചേരുന്നില്ല. പിന്നെ ഇഞ്ചിയും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കുക്കറിൽ വേവിച്ചപ്പം ചേർത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ ഭയങ്കര ടേസ്റ്റും നല്ലൊരു ടേസ്റ്റ് വ്യത്യാസമുള്ള ഒരു ഫാറ്റ് ഫ്രീ ബീഫ് ഉലർത്താണ്. ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.